സെയിൽസിലും പർച്ചേസിംഗിലും ഞാൻ കണ്ട ചുരുക്കം ചില ക്രമക്കേടുകളെ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളൂ. ട്രാൻസ്പോർട്ടിങ്ങിന് ആരുടെയും കൊട്ടേഷൻ വിളിച്ച രേഖയില്ല. മിസ്റ്റർ, മുമ്പത്തെ നടത്തിപ്പിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. മില്ലിലെ വർക്ക് സൂപ്പർവിഷൻ മാത്രമേ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. സത്യൻ പ്ലീസ്, നമുക്കിവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഡു യു ഹാവ് എനി സജഷൻ? കറണ്ട് കട്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മില്ല് പൂട്ടിയിടേണ്ടി വന്നു. ഇതുപോലെ ഓരോ വർഷവും ഇലക്ട്രിസിറ്റി കിട്ടാതെ ലക്ഷങ്ങളുടെ നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഉടനെ ഒരു ജനറേറ്റർ വാങ്ങിയേ നിവൃത്തിയുള്ളൂ. തത്വം പറഞ്ഞാൽ പോരാ, പ്രാക്ടിക്കൽ ആവണം. ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ജനറേറ്ററിന് 50-60 ലക്ഷം രൂപ വേണ്ടിവരും. ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് പോലും അടയ്ക്കാൻ ഇവിടെ കുഴങ്ങുമ്പോ എവിടെ നീ കാശുണ്ടാക്കും? പ്രയാസമാണ്. വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? വിജയ കോട്ടൺസിന്റെ പേരിൽ മറ്റ് മില്ലുകളിൽ നിന്ന് തുണി വാങ്ങി എക്സ്പോർട്ട് ചെയ്യുന്ന പതിവ് നിർത്തണം. ക്വാളിറ്റിയിൽ നമ്മുടെ മെച്ചം കാണിക്കാൻ അവർക്ക് പറ്റില്ല. അതിൽ വീഴ്ച വന്നാൽ ഫോറിൻ മാർക്കറ്റ് നമ്മുടെ മില്ലിന് എന്നേക്കുമായി നഷ്ടപ്പെടും. നമുക്ക് കിട്ടിയ ഓർഡർ അനുസരിച്ചുള്ള മുഴുവൻ തുണിയും ഇവിടെ നെയ്യാൻ ഒക്കൂ? 3 ഷിഫ്റ്റായി ജോലി ചെയ്താൽ ഒക്കും. ഞായറാഴ്ച അടക്കം 7 ദിവസവും. അതിന് വർക്കേഴ്സ് സമ്മതിക്കൂ? ഇല്ലെങ്കിൽ ലോസിലെ ഈ മില്ല് നടത്താൻ ഒക്കൂ. ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നെങ്കിൽ ഇവിടുത്തെ മറ്റ് മില്ലുടമകളോടുകൂടി അന്വേഷിക്കണം. അന്വേഷിക്കേണ്ടത് മുതലാളിമാരോടല്ല, ഇവിടുത്തെ തൊഴിലാളികളോടാണ്. അവരുടെ യൂണിയൻ നേതാക്കളെ കണ്ട് കാര്യം പറഞ്ഞാൽ അവർ എഗ്രി എന്നാണ് എന്റെ വിശ്വാസം. കഴിയുമെങ്കിൽ അവരെ കാണാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരൂ, ഞാൻ സംസാരിക്കാം. ഈ വിഡിത്തത്തിന് എന്നെ കിട്ടില്ല. ലെറ്റ് ഹിം ട്രൈ. നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ. പ്ലീസ്. വക്കീലിനെ കാത്തത് കൊണ്ടാണ് ഞാൻ താമസിച്ചത്. വിളിച്ചു വരുത്തിയ ആളെവിടെ? സത്യൻ. വരും, ഇരിക്കൂ. ഇവരെല്ലാം പരിചയപ്പെട്ടു. ഞാൻ മോഹൻ ചെറിയാൻ, പുതിയ മാനേജർ അല്ലേ? എന്റെ പേർ ഞാൻ പറയാം. BNTUCയുടെ പ്രസിഡന്റാണ് മിസ്റ്റർ കരുണാകരൻ നമ്പ്യാർ, സ്ഥലത്ത് പ്രധാന ബാങ്കർ. പിന്നെ ബ്ലേഡ് കമ്പനി എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. പുരുഷൻ തലക്ക് പിടിച്ചോ? ഇത് അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. ഹലോ. എന്റെ പ്രസിഡന്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ICTU ആരും വന്നില്ലല്ലോ. ഒരു നല്ല കാര്യത്തിന് അവരെ കിട്ടില്ല. സഖാവ് രാഘവൻ അറിയില്ലേ? എന്തിനു ഉടക്കും? ആവം പോട്ടെന്നേ, നമ്മൾ 7 യൂണിയൻ പ്രതിനിധികളില്ലേ ഇവിടെ? ഒരു കാലത്ത് ഹൗസ് ഓഫ് ഹാൻഡ്ലൂം എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂരിന്റെ ഇന്നത്തെ സ്ഥിതി എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. മിക്ക സ്ഥാപനങ്ങളും പൂട്ടി, ലക്ഷത്തിലേറെ തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയായി. ഈ അവസരത്തിൽ പുറം രാജ്യത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഓർഡറിന് എന്നത്തെക്കാളും പ്രാധാന്യമുണ്ട്. വിജയ കോട്ടൺസിനെ സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പ് തന്നെ ഈ കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. ആയത് കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കാരണം കൊണ്ട് മില്ലിന്റെ പ്രവൃത്തി സമയത്തിൽ ചില മാറ്റങ്ങൾ. അതൊക്കെ വിശദമായി നിങ്ങൾ എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ സഹായമാണ് ആവശ്യപ്പെടുന്നത്. എന്ത് സഹായവും ഞങ്ങൾ ചെയ്യും. എന്താ മിസ്റ്റർ നമ്പ്യാർ? ഏറ്റു. ഇന്നലെ വിളിച്ച യോഗത്തിൽ നിങ്ങളുടെ യൂണിയൻ നേതാവിനെ കണ്ടില്ലല്ലോ. സഖാവ് രാഘവൻ അങ്ങനെയാണ് സാറേ. മറ്റുള്ളവരെ പോലെ പോടാ നേതാവല്ല, അവൻ വാടാ നേതാവാണ്. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ യൂണിയൻ ഓഫീസിലോ ഹോട്ടലിലെ AC മുറിയിലോ ഇരുന്ന് മറ്റുള്ളവരോട് പോയി തല്ലടാ, കുത്തടാ, കൊന്നിട്ട് വാടാ എന്ന് പറയുന്നവനാണ് പോടാ നേതാവ്. സംഭവം എത്ര അപകടം പിടിച്ചതായിരുന്നാലും നേരിടാൻ വാടാ എന്ന് വിളിച്ചിറങ്ങുന്നവനാണ് വാടാ നേതാവ്. രാഘവൻ വാടാ നേതാവാ സാറേ, അല്ലാതെ കള്ളു കുടിച്ച് കൂത്താടുന്നവനല്ല. ഈ വാടാ നേതാവിനെ ഇപ്പൊ എവിടെ ചെന്നാ കാണാം? പകൽ ഊരു ചുറ്റുന്നവനാ. ചിലപ്പോ സമയം ഇപ്പൊ വീട്ടിൽ കാണും. ഇരിക്കണം സാർ. താങ്ക്സ്. സാർ ഇവിടേക്ക് ഇന്നലെ കണ്ടില്ല, അതുകൊണ്ട്. ഇന്നലെ സ്വാമിൽ തൊഴിലാളികളുടെ ഒരു പ്രശ്നം നിങ്ങൾ എഴുതി അയച്ചെന്ന അഭ്യർത്ഥനയാണ് ഞാൻ വായിക്കുന്നത്. എന്താ മിസ്റ്റർ രാഘവന്റെ അഭിപ്രായം? ഇവിടത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ല എന്ന് നിങ്ങൾ ഇതിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. തെളിവിന് ഉദ്ധരിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷന്റെ വാദമുഖങ്ങളും. ഈ സിത്രയും മിത്രയും ഒക്കെ എഴുതി വിടുന്നത് പോലെ നമ്മുടെ നാട്ടുകാരെ അന്യരാജ്യത്തെ തൊഴിലാളികളോട്ട് ഉപമിക്കുന്നത് ശരിയല്ല. ഇന്ത്യൻ വർക്കേഴ്സിന്റെ യൂട്ടിലൈസേഷൻ കുറവാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ? 60% പോലും ഇല്ല. ശരിയാണ്. യൂറോപ്പിലും റഷ്യ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് എയർ കണ്ടീഷൻഡ് ഫാക്ടറികളിലാണ്. അവരുടെ ഭക്ഷണം, ആരോഗ്യം, കാലാവസ്ഥ ഇവയുടെ മെച്ചമൊന്നും നമുക്കില്ല. ഈ ഉഷ്ണരാജ്യത്ത് ചുട്ടുപൊള്ളുന്ന തകര ഷീറ്റിന് കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളിക്ക് അവരുടെ ക്രിയാശേഷിയും കാണില്ല. മിസ്റ്റർ രാഘവൻ തർക്കിക്കണ്ട. ഈ നില കണക്കിലെടുത്താണ് മില്ലിലെ പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കാൻ 3 ഷിഫ്റ്റും ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോ തൊഴിലാളിക്ക് അവധി വേണ്ടെന്നാണ്? നിങ്ങളത് മുഴുവൻ വായിച്ചില്ലേ? മൊത്തം വർക്കേഴ്സിനെ 7 ആയിട്ട് ഭാഗിക്കും. ആഴ്ചയിൽ 1 ദിവസം ഒരു ഗ്രൂപ്പിന് അവധി കൊടുക്കും. യന്ത്രത്തിന് ലീവ് അനുവദിക്കണമെന്ന്
നിങ്ങൾ വാദിക്കില്ലല്ലോ. അങ്ങനെ നടത്തിയില്ലെങ്കിൽ വരുന്ന നഷ്ടം എത്രയാണെന്ന് ഞാനതിൽ ചേർത്തിട്ടുണ്ട്. ഒടുവിൽ മില്ല് പൂട്ടേണ്ടി വരും. നഷ്ടം നികത്താൻ സഹകരിക്കാം. അതുപോലെ ലാഭം കിട്ടുമ്പോൾ അതിലൊരു വിഹിതം തൊഴിലാളിക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ? ഒരു എഗ്രിമെന്റ് ആണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ന്യായമായതാണെങ്കിൽ തീർച്ചയായും. എങ്കിൽ എനിക്ക് സമ്മതമാണ്, യോജിപ്പാണ് എന്റെ യൂണിയൻ. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, രാജി. ചാത്തുവേട്ടന്റെ മോളല്ലേ? അതെ. എന്നെ അറിയോ? ഇദ്ദേഹം മോഹൻ ചെറിയാൻ, മാനേജരാണ്. കുട്ടിയെപ്പറ്റി എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പൽ പറഞ്ഞു. പ്രീ ഡിഗ്രിക്ക് സയൻസിൽ റാങ്ക് ഉണ്ടായിട്ടും മെഡിസിൻ അയക്കാൻ രക്ഷിതാക്കൾക്ക് കഴിവില്ലെന്ന്. ആ കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കാം. രാജി എൻട്രൻസ് എഴുതിക്കോളൂ. എന്താ? എനിക്ക് സന്തോഷമുള്ളൂ. എന്നാൽ ഏട്ടനോട് ചോദിക്കാതെ. വേണ്ട, സഖാവ് രാഘവന്റെ പെങ്ങളെ ഒരു മില്ലുടമയും പഠിപ്പിക്കണ്ട. ഏട്ടാ, നിന്റെ ബുദ്ധിയല്ല, എന്നെ വിലക്കെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് ഞാൻ വഴങ്ങില്ല. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകന് ഒരു മുതലാളിയോടും കടപ്പാടുണ്ടാകാൻ പാടില്ല. പക്ഷേ ഇവർ... ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ഇവിടത്തെ പഠിപ്പൊക്കെ മതി, വയ്ക്കോ. നീ കൂടെ കൂടെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എവിടെ നിന്നോ കാശ് എടുത്തു തരാ? എവിടുന്നായാലും എടുത്തു തരണം. അന്ന് കോളേജിലെ കുട്ടികളെ തല്ലാൻ പറഞ്ഞു വിട്ടില്ലേ നിങ്ങൾ? ആ കൂട്ടത്തിൽ നമ്മുടെ അടുത്ത് തലവെട്ടി കയറി കിടക്കുക. ഇപ്പോഴും ആശുപത്രിയിൽ. ഞാനൊരു എഴുത്തു തരാം നിങ്ങളെ മാനേജർക്ക്. മാനേജർ പുതിയ ആളാ. ഏവനായാലും തരുമടോ. ഈ നമ്പ്യാർ അയച്ച ആളെ ഇതുവരെ ആരും മടക്കിയിട്ടില്ല. അറിയാമേ, ഒരു യുവതി മുങ്ങി മരിക്കാൻ തുടങ്ങുമ്പോ സഹായിക്കാതെ ലൈക്ക് സെൽഫിഷ് വെജിറ്റബിൾ. ബഹളം വെക്കണ്ട. എനിക്ക് നീന്തൽ അറിയില്ല, അതുകൊണ്ടാ. ഞാനും കൂടെ എടുത്ത് അറിയാ, നമ്മൾ രണ്ടുപേരും ചാവും. അതിലും ഭേദം കുട്ടിയെത്താലും ഒരാളെങ്കിലും രക്ഷപ്പെടില്ലേ. നിസ്സാര കാരണം മതി ഇവിടുത്തെ തൊഴിലാളികൾക്ക് പണിമുടക്കാൻ. ഇപ്പൊ ഞായറാഴ്ച അടക്കം 3 ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ... ഞാൻ എല്ലാ യൂണിയൻ നേതാക്കളെയും കണ്ട് സംസാരിച്ചല്ലോ, അവർ സമ്മതിച്ചാണ്. എന്തോ ഇന്ദു, നീ എങ്ങനെ നനഞ്ഞു? ചെളി വെള്ളം കൊണ്ട് കഴുകിയതാ. അപ്പൊ ഷിഫ്റ്റ് മാറ്റത്തെ കുറിച്ചുള്ള അറിയിപ്പ് ഞാൻ ഇന്ന് തന്നെ നോട്ടീസ് ബോർഡിലിടും. ശരി. എന്താ ദേവൂട്ടി എഴുതിയിരിക്കണേ? മില്ല് നേരത്തോടെ നേരം നടത്തും. അതോടൊപ്പം കൈത്തറിക്കാർക്ക് ഞായറാഴ്ച പണിയുണ്ട്. ഈ നിലയിൽ വിജയ കോട്ടൺസ് നടത്താൻ നിങ്ങൾ അനുവദിക്കരുത്. അതെന്റെ ആവശ്യമാണ്. മുതലാളി പറഞ്ഞ ഞങ്ങൾ അനുസരിക്കും. പക്ഷെ മറ്റുള്ളവർ... എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് നിങ്ങളുടെ സഹായമാണ് വേണ്ടത്. മുഴുവൻ യൂണിയൻകാരും നേരത്തെ സമ്മതിച്ചാണ് ഇക്കാര്യം. ഇപ്പൊ മാറ്റി പറയാൻ ന്യായങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ആഴ്ചയിൽ ഒരു ദിവസം പൊതു ഒഴിവായാൽ മാത്രമേ തൊഴിലാളികൾക്ക് ഒന്നിച്ചു കാണാനും സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പറ്റൂ. അതിന് തടസ്സമാവും വ്യത്യസ്തമായ ഈ അവധി ദിവസങ്ങൾ. അത് പറയാം. ഞായറാഴ്ച പുണ്യ ദിവസമാണ്, അന്ന് ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നത് അന്യായമാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ അങ്ങ് ഇളക്കിവിടണം. ശ്രീമാൻ കരുണാകരൻ നമ്പ്യാരുടെ ന്യായങ്ങൾ ബാലിശങ്ങളാണ്. അനുദിനം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശത്ത് അനാവശ്യമായ ഒരു പണിമുടക്ക് സൃഷ്ടിക്കുന്നത് ന്യായീകരിക്കാൻ വയ്യ. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് ഞായറാഴ്ച അവധി നൽകാമെന്ന് വിജയ കോട്ടൺസ് മാനേജ്മെന്റ് സമ്മതിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും ആ ദിവസത്തിന്റെ പുണ്യം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ തൊഴിലാളികളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നതാണ് പാപം. വ്യത്യസ്ത മതത്തിലും ജാതിയിലും പെട്ടവനായിരുന്നാലും തൊഴിലാളി ഒന്നാണ്,
അവന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നാണ്. ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എന്റെ യൂണിയന് ഈ പണിമുടക്കിൽ പങ്കെടുക്കാൻ സാധ്യമല്ല. ഇന്നുവരെ പണിമുടക്കിയ തൊഴിലാളികളോട് യോജിക്കാതെ തൊഴിലെടുക്കാൻ പോയവരെ കരിങ്കാലി എന്ന് വിളിച്ചെങ്കിൽ നാളെ അന്യായമായി പണിമുടക്കുന്നവരെ ആ പേരിൽ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരും. ആ തരം കരിങ്കാലികളെ മാറ്റി നിർത്തിക്കൊണ്ട് തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടി വരും. എങ്കിലത് കാണാം. ഇവിടെ വെച്ചല്ല, നാളെ കമ്പനി പഠിക്ക വെച്ച്. ഗേറ്റിൽ നിൽക്കണോലെ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആണുങ്ങൾ മുമ്പിലുണ്ടാവും. ഐറ്റുകൾ തടഞ്ഞാലേ കൂട്ടം കുറിയാവൂലേ? ആര് തടഞ്ഞാലും നമ്മൾ പണിക്ക് കയറണം. രാഘവേട്ടൻ പറഞ്ഞതാണ്.